റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താന്തിയ തോപ്പി വധിക്കപ്പെട്ടത് 1859 ഏപ്രിൽ 18. താന്തിയ തോപ്പി വധിക്കപ്പെട്ടത് 1859 ഏപ്രിൽ 18. ഇന്ത്യയിലെ വലിയ കൽക്കരി ഖനി എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ്. ഇന്ത്യയിലെ വലിയ കൽക്കരി ഖനി എന്നറിയപ്പെടുന്നത് ഝാറിയ. ഇന്ത്യയുടെ വജ്രഖനി എന്നറിയപ്പെടുന്നത് പന്ന, മധ്യപ്രദേശ്. ഇന്ത്യയുടെ വജ്രഖനി എന്നറിയപ്പെടുന്നത് പന്ന, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി. ഇന്ത്യയിലെ ആദ്യ പിൻകോഡ് നിലവിൽ വന്നത് 1972. ഇന്ത്യയിലെ ആദ്യ പിൻകോഡ് നിലവിൽ വന്നത് 1972. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്ന് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ് 1993 ഒക്ടോബർ 12. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ എത്ര? 14. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ക്ലോറിൻ. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ക്ലോറിൻ. പാവങ്ങളുടെ ഊട്ടി നെല്ലിയാമ്പതി. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതി. മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കൊടികുത്തിമല. മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കൊടികുത്തിമല. മലബാർ മാനുവൽ എഴുതിയത് ആര്? വില്യം ലോഗൻ. മലബാർ മാനുവൽ എഴുതിയത് വില്യം ലോഗനാണ്. കേരള സംഗീത നാടക അക്കാദമി നിലവിൽ വന്നത് 1958 തൃശ്ശൂർ. കേരള സംഗീത നാടക അക്കാദമി നിലവിൽ വന്നത് 1958 തൃശ്ശൂർ. ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന അവയവം പെരിക്കാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന അവയവമാണ് പെരിക്കാർഡിയം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന ആവരണം മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന ആവരണമാണ് മെനിഞ്ചസ്. സമുദ്രത്തിൽ നിന്നും ജലം ശുദ്ധീകരിക്കുന്ന രീതി സ്വേദനം. സമുദ്രത്തിൽ നിന്നും ജലം ശുദ്ധീകരിക്കുന്ന രീതി സ്വേദനം. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന പ്രക്രിയ ഗാൽവനൈസേഷൻ. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന പ്രക്രിയ ഗാൽവനൈസേഷൻ. പ്രകൃതിയിലെ ഏറ്റവും ശക്തിയേറിയ ബലം ന്യൂക്ലിയർ ബലം. പ്രകൃതിയിലെ ഏറ്റവും ശക്തിയേറിയ ബലമാണ് ന്യൂക്ലിയർ ബലം. പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. കക്കയം അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ? കോഴിക്കോട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൃഷി അധിഷ്ഠിത വ്യവസായം പഞ്ചസാര വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൃഷി അധിഷ്ഠിത വ്യവസായം പഞ്ചസാര വ്യവസായം. കടൽപ്പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം അയഡിൻ. കടൽപ്പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം അയഡിൻ. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതം ആരവല്ലി. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതം ആരവല്ലി. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു. നീൽ ദർപ്പൺ രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്ര. നീൽ ദർപ്പൺ രചിച്ചതാര്? ദീനബന്ധു മിത്ര. ഇന്ത്യൻ ഫിലോസഫി എന്ന കൃതി രചിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യൻ ഫിലോസഫി എന്ന കൃതി രചിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സ്വത്ത് അവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? നിയമാവകാശം. സ്വത്ത് അവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? നിയമാവകാശം. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി KR നാരായണൻ. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി KR നാരായണൻ.
ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് 1978. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് 1978. ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? സബർമതി ആശ്രമം. ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? സബർമതി ആശ്രമം. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭു. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. സിവിൽ നിയമലംഘനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരം ഉപ്പു സത്യാഗ്രഹം. സിവിൽ നിയമലംഘനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഉപ്പു സത്യാഗ്രഹം. ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത അനുയായികളുടെ എണ്ണം 78. ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത അനുയായികളുടെ എണ്ണം 78. ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്രയിൽ ആലപിച്ച ഗാനം രഘുപതി രാഘവ രാജാറാം. ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്രയിൽ ആലപിച്ച ഗാനമാണ് രഘുപതി രാഘവ രാജാറാം. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം 1942. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1942. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യൻ ഭരണഘടന. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? അനുച്ഛേദം 226. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? അനുച്ഛേദം 226. മുഖ്യമന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി നീലം സഞ്ജീവ റെഡ്ഡി. മുഖ്യമന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ആദ്യ ദേശീയാടിയന്തരാവസ്ഥ പിൻവലിച്ചത് ഡോക്ടർ സക്കീർ ഹുസൈൻ. ആദ്യ ദേശീയാടിയന്തരാവസ്ഥ പിൻവലിച്ചത് ഡോക്ടർ സക്കീർ ഹുസൈൻ. ജനകീയാസൂത്രണം ആരംഭിച്ച വർഷം 1996. ജനകീയാസൂത്രണം ആരംഭിച്ച വർഷം 1996. ബ്ലീച്ചിംഗ് പൗഡറിലെ പ്രധാന ഘടകം ക്ലോറിൻ. ബ്ലീച്ചിംഗ് പൗഡറിലെ പ്രധാന ഘടകം ക്ലോറിൻ. ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് ടാൻസാനിയ. ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് ടാൻസാനിയ. പന്നിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് മെക്സിക്കോ. പന്നിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് മെക്സിക്കോയിലാണ്. ഭൂമിയുടെ ഏറ്റവും ഉയർന്ന കരഭാഗം എവറസ്റ്റ്. ഭൂമിയുടെ ഏറ്റവും ഉയർന്ന കരഭാഗം എവറസ്റ്റ്. കിഴക്കുനിന്നും പടിഞ്ഞാറ് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ശുക്രൻ. കിഴക്കുനിന്നും പടിഞ്ഞാറ് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ശുക്രൻ. റൂബിയോള എന്നറിയപ്പെടുന്ന രോഗം 5-ാം പനി. റൂബിയോള എന്നറിയപ്പെടുന്ന രോഗമാണ് 5-ാം പനി. കേരള ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കുപ്പിവെള്ള പദ്ധതി തെളിനീർ. കേരള ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കുപ്പിവെള്ള പദ്ധതിയാണ് തെളിനീർ.